അപ്പം ഞാനിങ്ങനെ രാവിലെ കിടക്കയിൽ കിടന്ന് ഇങ്ങനെ ആലോചിക്കുന്നു ഇതിനടുത്ത് എന്ത് വേണം. അപ്പം എനിക്ക് ഇങ്ങനെ ഉള്ളിൽ നിന്നൊരു വിളിയാണ് വരുന്നത്. ചോദിച്ചു, നിനക്ക് ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും അറിയില്ല, അപ്പം സംസാരിക്കാനല്ലേ അറിയാതെ ഉള്ളൂ, എഴുതിക്കൂടെ എന്നൊരു ഉള്ളിൽ നിന്നൊരു ചോദ്യം വരികയാണ്. ആ ലാമിനേറ്റ് പുറമേ പ്ലാസ്റ്റിക്കിൻ്റെ കവറിലായിരുന്നു. അത് തുറന്നു നോക്കിയില്ല. വീട്ടിൽ വന്ന് തുറന്നു നോക്കിയപ്പോൾ സത്യം പറഞ്ഞാൽ വിഷമമായിപ്പോയി. പിന്നെ ഞാനിവിടെ നിന്ന് കുറേ നേരം മുട്ടുകുത്തിന്ന് പ്രാർത്ഥിച്ച് ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഒരു അനുഗ്രഹം, ഒരു കൃപ കിട്ടി. പിന്നെന്ന് വെച്ചാൽ കുറേ പ്രയാസങ്ങളുണ്ടായി, ശാരീരികമായിട്ടും വളരെയധികം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി. എഴുതുമ്പോൾ കുറച്ച് ചില ദിവസം ഒന്നും എഴുതാൻ പറ്റില്ല. വാട്സാപ്പിൽ സ്റ്റാറ്റസ് ആയിട്ടിട്ട് അപ്പം എൻ്റെ ഒരു അടുത്തൊരാൾ വിളിച്ചെന്നോട് ചോദിക്കുന്നു, അതാണ് എനിക്ക് ഏറ്റവും വലിയ പ്രയാസമായത്. വിളിച്ചെന്നോട് ചോദിക്കുന്നു, എത്ര പെഗ് അടിച്ചിരുന്നിട്ടാണ് എഴുതിയതെന്ന്. കൊടുങ്ങല്ലൂർ സെന്റ് തോമസ് ഇടവകാംഗമായ ജോയി വാർപുരയിടം നിസ്സാരക്കാരനല്ല. അദ്ദേഹം ബൈബിൾ എഴുതിയതുപോലെ വേറൊരാൾ എഴുതിയിട്ടുണ്ടോ എന്ന് പോലും സംശയമാണ്. കഴിഞ്ഞ 10 വർഷത്തിലധികമായി അദ്ദേഹം എഴുതുന്നത് ബൈബിൾ മാത്രമാണ്. മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, ഹിന്ദി, മറാത്തി എന്നീ ഭാഷകളിലെല്ലാം അദ്ദേഹം ബൈബിളിൻ്റെ കൈയെഴുത്തുപ്രതി തയ്യാറാക്കി കഴിഞ്ഞു. ഒരു സാധാരണക്കാരൻ എങ്ങനെയാണ് ഇത്തരമൊരു കാഴ്ചപ്പാടിലേക്ക് ഉയരാൻ കഴിഞ്ഞത്? ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. ഈ ഒരു വചനത്തിൽ നിന്ന് തന്നെയാണ് എൻ്റെ ഈ ബൈബിളിൻ്റെ എഴുത്ത് തുടക്കം. ആദ്യമായിട്ടുള്ള ഈ വചനം കണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ നമ്മുടെ സഭയുടെ സ്കൂളുകളിലെ പള്ളികളിലൊക്കെ മതിലിൽ അതേ ഞാൻ കണ്ടിട്ടുള്ളത്. ആ ബന്ധം എനിക്ക് ഈ വചനമായിട്ട് ആദ്യം ഉണ്ടായിരുന്നുള്ളൂ ആദ്യകാലത്ത്. പിന്നെ വചനമായിട്ടുള്ള അടുത്ത് വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാനിത് എഴുതാൻ തുടങ്ങിയത്. വായിച്ചു കുറേ ബൈബിൾ വായിച്ചിട്ടൊന്നും തലയിൽ കയറാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എന്ന് എഴുതിയാൽ എന്താന്ന്. ഓരോ അക്ഷരങ്ങൾ എൻ്റെ കയ്യിൽ കൂടെ കയറി ഇറങ്ങി പോവില്ലേ. അങ്ങനെ ഞാൻ മലയാളം എഴുതി. കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. എഴുത്തുന്ന കൈ വഴങ്ങി കിട്ടാത്തൊരു പ്രയാസം കുറേ നാളായിട്ട് എഴുതാതെ ഇരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പിന്നെ മലയാളം എഴുതി 6 മാസം കഴിഞ്ഞ് അത് കഴിഞ്ഞ് പിന്നെ ഒരു ദിവസം എനിക്ക് തോന്നി ഇത് മലയാളം തീർന്നു. ഒരു ദിവസം രാവിലെ എനിക്ക് തോന്നുന്നു എന്തോ ഒരു ശൂന്യത, എൻ്റെ എഴുതി കഴിഞ്ഞല്ലോ എന്നുള്ളത്. അപ്പം ഞാനിങ്ങനെ രാവിലെ കിടക്കയിൽ കിടന്ന് ഇങ്ങനെ ആലോചിക്കുന്നു ഇതിനടുത്ത് എന്ത് വേണം. അപ്പം എനിക്ക് ഇങ്ങനെ ഉള്ളിൽ നിന്നൊരു വിളിയാണ് വരുന്നത്. ചോദിച്ചു, നിനക്ക് ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും അറിയില്ല, അപ്പം സംസാരിക്കാനല്ലേ അറിയാതെ ഉള്ളൂ, എഴുതിക്കൂടെ എന്നൊരു ഉള്ളിൽ നിന്നൊരു ചോദ്യം വരികയാണ്. ഓക്കെ, എഴുതാം, പക്ഷെ ഇതെവിടെ കിട്ടും. ഇങ്ങനെ തന്നെ കിടക്കയിൽ തന്നെ കിടന്ന് എനിക്ക് അതിൻ്റെ ഉത്തരവും കിട്ടുന്നുണ്ട്. നീ കോട്ടപ്പുറത്ത് വികാസിൽ പോകും, അവിടെ ഉണ്ടാവും. അങ്ങനെ ഒരു 10 മണിയായപ്പോൾ ഞാൻ ഇവിടുന്ന് ഡ്രസ്സെല്ലാം മാറി വികാസിൽ ചെന്ന് അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ ചേട്ടാ ബൈബിള് തീർന്നു പോയി, ഇംഗ്ലീഷ് ബൈബിളില്ല. ഞാൻ നിരാശയോട് പതുക്കെ പുറകോട്ട് തിരിഞ്ഞ് നടന്നു കഴിഞ്ഞപ്പോൾ ആ ചേച്ചി എന്നെ തിരിച്ച് വിളിക്കുന്നു. ഒരെണ്ണമുണ്ട് ചേട്ടാ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ഒരെണ്ണം മതി. ഇപ്പം എത്രയെന്ന് വെച്ചാൽ 500 രൂപ. 500 രൂപ എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. 500 രൂപ കൊടുത്ത് ഞാൻ ബൈബിള് വാങ്ങിച്ച് ആ ലാമിനേറ്റ് പുറമേ പ്ലാസ്റ്റിക്കിൻ്റെ കവറിലായിരുന്നു. അത് തുറന്നു നോക്കിയില്ല. വീട്ടിൽ വന്ന് തുറന്നു നോക്കിയപ്പോൾ സത്യം പറഞ്ഞാൽ വിഷമമായിപ്പോയി. ഇംഗ്ലീഷ് ഇത്രയും വാക്കുകൾ ഞാനെങ്ങനെ എഴുതി തീർക്കുമെന്നുള്ളൊരു പ്രയാസമായിരുന്നു. പിന്നെ ഞാനിവിടെ നിന്ന് കുറേ നേരം മുട്ടുകുത്തിന്ന് പ്രാർത്ഥിച്ച് ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഒരു അനുഗ്രഹം, ഒരു കൃപ കിട്ടി എന്നുള്ള ബോധ്യമായി. എഴുതി അങ്ങനെ അത് ഏകദേശം 1 കൊല്ലത്തോളമായി അതിൻ്റെ സമയം. മലയാളം ബൈബിള് ഞാൻ എഴുതിയത്. മലയാളം ബൈബിള് 2020 ജൂലൈ മാസം 27-ാം തീയതി തുടങ്ങി. 28/1/2021 ആ സമയത്താണ് ഇത് അവസാനിച്ചത്. പിന്നെ ഞാൻ ജോലിക്ക് പോകും. അതിൻ്റെ ഇടയിൽ കിട്ടുന്ന സമയം കൊണ്ടാണ് ഇത് എഴുതുന്നത്. കണ്ടിന്യൂ ആയിട്ട് എഴുതാൻ പറ്റിയിരുന്നില്ല. അങ്ങനെ ഇത് എഴുതിയത് ഫുള്ളായിട്ട് എഴുതി. പുതിയ നിയമം പഴയ നിയമം വേർതിരിച്ചെഴുതി. ഉള്ളിൽ ഈ പുറത്തുള്ളതല്ലാതെ ബാക്കി എല്ലാ കൈ അക്ഷരങ്ങളും എൻ്റേത് തന്നെയാണ്, ഞാൻ തന്നെ എഴുതിയത്. ബൈൻഡ് ചെയ്യിച്ച് അതങ്ങനെ വെച്ച്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇംഗ്ലീഷ് തുടങ്ങിയത്. ജനുവരി 31, 2021 തുടങ്ങി.
ആഗസ്റ്റ് 16 അപ്പോൾ 8 മാസത്തോളം പിടിച്ചത്. 8 മാസത്തെ ഏകദേശം 8 മാസത്തോളം കൊണ്ട് ഇംഗ്ലീഷ് എഴുതാൻ പറ്റില്ലെന്ന് വിചാരിച്ചിരുന്നത് 8 മാസം കൊണ്ട് എഴുതി തീർത്ത്. അത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഇടവകയിലൊരു സഹകാരിയായിട്ടുണ്ടായിരുന്ന ക്രിസ്റ്റി അച്ഛൻ, പിന്നീടുള്ളതിന് മുഴുവൻ എനിക്ക് പ്രചോദനം തന്ന അച്ഛനാണ് ഫാദർ ക്രിസ്റ്റി. ഇപ്പോൾ മണലിക്കാട് പള്ളിയിലുണ്ട് വികാരിയായിട്ട്. അപ്പം അദ്ദേഹം ഇവിടെ ഇരിക്കുന്ന സമയത്ത് എന്നോട് ചോദിച്ചേട്ടന് വേറെ ഏതൊക്കെ ഭാഷ അറിയാമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഭാഷ അറിയാമെന്ന് പറഞ്ഞാൽ തമിഴ് കുറേശ്ശെ എന്ന് പറയാനുമില്ല, അതുപോലെ അറിയാം, പിന്നെ ഹിന്ദി അറിയാം കുറച്ച്. അപ്പോൾ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ എന്നാൽ കൊറോണ കഴിഞ്ഞ ഒരു സമയമായിരുന്നു, അച്ഛൻ എനിക്ക് ഒരു 2 ബൈബിള് തമിഴ് ബൈബിള് തമിഴ്നാട്ടിൽ നിന്ന് വരുത്തി എഴുതിക്കുമെന്നും പറഞ്ഞ് കൊണ്ടു തരികയാണ്. അത് വീട്ടിലെഴുതാൻ അച്ഛൻ്റെ ചേട്ടൻ്റെ വീട് പറവൂരുണ്ട്, അവിടേക്ക് കൊണ്ടു തരികയാണ് വരുത്തി. ഞാൻ എന്നിട്ട് ഇവിടെ നിന്ന് അച്ഛനെന്നെ വിളിച്ച് പറഞ്ഞു ബൈബിള് അവിടെ എത്തിയിട്ടുണ്ട് ചോദിച്ചേട്ടാ പോയി വാങ്ങിച്ചു തന്നു. ഞാനിവിടെ നിന്ന് പോലീസുകാരുടെ കണ്ണൊക്കെ വെട്ടിച്ച് പതുക്കെ പറവൂരി എന്ന് ബൈബിള് വാങ്ങിച്ച് അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ശരിക്കും പറയാൻ ഒരു തലകറക്കം വന്നു. കാരണം എനിക്ക് ബൈബിൾ തമിഴ് ഭാഷ എന്ന് പറഞ്ഞാൽ പണ്ട് ഞാൻ ഈ വേളാങ്കണ്ണിയിൽ കൂട്ടുകാരൊന്നും ഒരുമിച്ച് പോയിരുന്ന സമയത്ത് 16-17 വയസ്സൊക്കെ ഉള്ള സമയത്ത് പോയിരുന്ന സമയത്ത് നമ്മൾ ഈ പാലക്കാട് കഴിഞ്ഞാലും ബസ്സിൻ്റെ ബോർഡ് വായിക്കാൻ പറ്റില്ല, തമിഴ്നാട്ടിലേക്ക് തമിഴല്ലോ. അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് ലൈൻ ബസ്സിലാണ് പോയിരുന്നത്, നേരിട്ടുള്ള ടൂറിസ്റ്റ് വണ്ടികളിലൊന്നുമല്ല. അപ്പോൾ അവിടെ ചെന്ന് പാലക്കാട് കഴിഞ്ഞ് കോയമ്പത്തൂർ വണ്ടി ഇങ്ങനെ വിളിച്ച് ആരോടെങ്കിലും ചോദിക്കും, അങ്ങനെ പോയിരുന്നത്. അങ്ങനെ 1-2 പ്രാവശ്യം പോയി കഴിഞ്ഞപ്പോൾ എനിക്കൊരു ചെറിയൊരു തോന്നൽ, ഞാനത് തമിഴ് പഠിച്ചാൽ ഇവരുടെ മുമ്പിൽ ഒരാളാവല്ലോ എന്നുള്ളത്. അങ്ങനെ ഞാൻ ഈ തമിഴ് മലയാളം ഭാഷാ സഹായി വാങ്ങിച്ച് എഴുതി പഠിച്ചെന്ന്. അങ്ങനെയാണ് ഞാൻ തമിഴ് ഭാഷയായിട്ടുള്ളൊരു പരിചയം. അത് കഴിഞ്ഞിട്ട് പിന്നെ വിട്ട് വർഷങ്ങളായി, പട്ടാളത്തിൽ പോയി. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് എനിക്ക് അങ്ങനെ എഴുതേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ തമിഴ് ബൈബിള് കിട്ടിയത്. അത് ഞാൻ അരമണിക്കൂറോടെ മുട്ടിൽ നിന്ന് പ്രാർത്ഥിച്ച് ഇതിൻ്റെ ഒരു കൃപ കിട്ടാൻ വേണ്ടി, എഴുതാനുള്ള അക്ഷരങ്ങളുടെ ഒരു കൈക്ക് കിട്ടാൻ വേണ്ടി. അങ്ങനെ അതിന് ശേഷമാണ് ഞാനിത് എഴുതിയത്, തമിഴ് ബൈബിള്. ഇത് തുടക്കത്തിൽ ബുദ്ധിമുട്ട് തന്നെയായിരുന്നു, വളരെ സ്ലോയിലായിരുന്നു, എഴുതാൻ പ്രയാസമായിരുന്നു. ഇത് 17/8/21 ഞാൻ തുടങ്ങി. 16-ാം തീയതി കഴിഞ്ഞു. 17/8/20 തുടങ്ങിയിട്ട് 7/2/23 അന്ന് എൻ്റെ ബർത്ത്ഡേ കൂടെ ആയിരുന്നു, ജനുവരി 7-ാം തീയതി. അന്ന് ഞാനത് അവസാനിപ്പിച്ചു. ഇതിനും ഒരു ഏറ്റവും വലിയ ബൈബിൾ ഇത് തന്നെയാണ്, ഒരുപാട് പേജുകളുണ്ട്. അങ്ങനെ അത് അവസാനിപ്പിച്ചു, തമിഴ് ബൈബിള്. ഇത് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്തും കുറേ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. പുറപ്പാടിൻ്റെ പുസ്തകം എഴുതിയിരിക്കുന്ന സമയത്താണ് ഇവിടെ നിന്ന് തലശ്ശേരിക്ക് പുറപ്പെട്ടു പോയി, ട്രാൻസ്ഫറായി. അതൊരു നല്ലൊരു അനുഭവം അത്. പിന്നെ ഞാൻ അവിടെ 3 ദിവസം അടുപ്പിച്ച് ഡ്യൂട്ടി എടുക്കും. അത് കഴിഞ്ഞിട്ട് 4-ാമത്തെ ദിവസം അല്ലെങ്കിൽ രാത്രി അല്ലെങ്കിൽ രാവിലെ അവിടെ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് വരും. അത് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള 3-4 ദിവസത്തിനിടയ്ക്കുള്ള സമയത്താണ് ഇത് എഴുതിയിരുന്നത്. അതുകൊണ്ട് ഇതിനൊരു സമയം കുറച്ച് പിടിച്ചു, കേരളത്തിലധികം പിടിച്ച്. ഇതിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനൊരു ദിവസം വീട്ടിൽ ഒരു ഉച്ച നേരത്തെ ഒരു 3 മണിയായപ്പോൾ ഒരു ആള് വീടിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നു. ബെല്ലടിച്ച് ഞാൻ ചെന്ന് നോക്കിയപ്പോൾ ഒരു ജീൻസും ഒരു ടീഷർട്ടും ഇട്ട് ഒരു ചെറിയൊരു മനുഷ്യൻ. അപ്പം എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ആള് സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് ക്രിസ്ത്യച്ചനാ വന്നിരിക്കുന്നത്. അപ്പോൾ അച്ഛനോട് അച്ഛാ കയറിയിരിക്കും, ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞ് അല്ല ചോദിച്ചേട്ടാ, ഞാനേ ഡിവൈനിൽ കൂടെ കറങ്ങി വരുന്ന സമയത്തോട്ട് ഹിന്ദി ബൈബിള് കണ്ട് അത് വാങ്ങിച്ചു കൊണ്ട് തരാൻ വേണ്ടി വന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെ അച്ഛൻ എനിക്ക് ഹിന്ദി ബൈബിള് കൊണ്ടു തന്നു. അതുകൂടെ ഇപ്പോൾ ഏകദേശം എൻ്റെ കാര്യം പൂർത്തിയായി. അത് എഴുതണം എന്നുള്ളത് വിചാരിച്ച് അങ്ങനെ ഇതെഴുതി കഴിഞ്ഞിട്ടില്ല, അതിനു മുമ്പേ വന്ന്. അപ്പോൾ ഇതെഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ വൈഫിൻ്റെ ഇളയപ്പൻ ബോംബെയിലുണ്ട്. അപ്പം അങ്ങേരോട് വെറുതെ ഇതായിട്ട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ മറാഠി ബൈബിൾ അയച്ചിട്ടാന്ന് പറഞ്ഞൊരു മറാഠി ബൈബിൾ എനിക്ക് അയച്ചു തന്നു. അപ്പോൾ മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, ഹിന്ദി, മറാഠി ഇതെല്ലാം അലമാരിയിലിരിക്കുക.
കുറേ എഴുതി കഴിഞ്ഞ്, തമിഴ് എഴുതി കഴിഞ്ഞിട്ടില്ല, ഹിന്ദി എഴുതാൻ നിൽക്കുന്നു ബാക്കി. അപ്പം ഞാൻ ഈ തമിഴ് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഭാര്യയ്ക്കൊരു ആഗ്രഹം, എനിക്കും എഴുതണം എന്നുള്ളത്. അങ്ങനെ എനിക്ക് ഇംഗ്ലീഷ് എഴുതിയാൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ എഴുതിയതാണ് ഈ ഇംഗ്ലീഷ് ബൈബിള്. അത് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ചുരുക്കത്തിൽ പറഞ്ഞൊരു കോമ്പറ്റീഷൻ ലെവലിലാണ് എഴുതിയത്. കാരണം ഞാൻ തമിഴ് എഴുതും, പുള്ളിക്കാരത്തി അവിടെ ഇരുന്ന് ഇംഗ്ലീഷ് എഴുതും. എഴുതാൻ തുടങ്ങിയപ്പോ ഒരു പ്രതീക്ഷ ഉണ്ടായില്ല ഇത് മുഴുവനാക്കാൻ പറ്റുമെന്നൊന്നും. പിന്നെന്ന് വെച്ചാൽ കുറെ പ്രയാസങ്ങൾ ഉണ്ടായി, ശാരീരികമായിട്ടും വളരെയധികം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി. എഴുതുമ്പോ ചില ദിവസം ഒന്നും എഴുതാൻ പറ്റില്ല, കാലുവേദന, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ തരണം ചെയ്ത് അങ്ങനെ എഴുതി മുഴുവനാക്കാൻ സാധിച്ചത് എഴുത്തിന്റെ കൃപ. ഇനിയിപ്പോ ഇത് എഴുതി പൂർത്തിയായി. ഇനി ആഗ്രഹമുണ്ട് മലയാളം എഴുതണമെന്ന്, പക്ഷെ അത് സാധിക്കുമോന്ന് എനിക്കറിയില്ല. ദൈവത്തിന്റെ കൃപ ഉണ്ടെങ്കിൽ എഴുതാൻ ശ്രമിക്കും. അതാണ് വലിയൊരു അനുഗ്രഹത്തിന്റെ ഒരു കാര്യം പറയാനുള്ളത്. ഇനി എഴുതാൻ ആഗ്രഹമുണ്ട്, കൃപ ഉണ്ടെങ്കിൽ എഴുതും. പിന്നെ അതിന് ശേഷം എഴുതിയതാണ് ഹിന്ദി ബൈബിള്. അച്ഛനന്ന് കൊണ്ടു തന്ന് അതവിടെ അലമാരിയിൽ എടുത്ത് വെച്ചല്ല, ഇതെഴുതി കഴിയാതെ നിവൃത്തിയില്ലായിരുന്നു. അപ്പോൾ അതെഴുതി കഴിഞ്ഞത് ഇത് 7/2/23 തന്നെ ഞാനത് തുടങ്ങി. 28/2/24 ഹിന്ദി എഴുതി അവസാനിപ്പിച്ചു. അന്ന് തന്നെ അടുത്ത് എഴുതാൻ തുടങ്ങി മറാഠി. അതിപ്പോൾ എഴുതി സാമുവേലിൻ്റെ 1-ാം പുസ്തകത്തിൽ എത്തിയിട്ടുണ്ട്. അത് നിന്നുകൊണ്ട് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ ബൈബിള് അല്ല ആദ്യം ഞാൻ എഴുതിയത്, ഫസ്റ്റിലെഴുതിയ ബൈബിള് മലയാളം. ഇത് എഴുതി കഴിഞ്ഞ് ഞാനത് വാട്സാപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ കുടുംബം ഇങ്ങനെ കുറച്ച് യൂണിറ്റ് വാട്സാപ്പിൽ സ്റ്റാറ്റസായിട്ടിട്ട്. അപ്പം എൻ്റെ അടുത്തൊരാൾ വിളിച്ചെന്നോട് ചോദിക്കണ്, അതാണ് എനിക്ക് ഏറ്റവും വലിയ പ്രയാസമായത്. വിളിച്ചെന്നോട് ചോദിക്കണ് എത്ര പെഗ് അടിച്ചിരുന്നിട്ടാണ് എഴുതിയതെന്ന്. ഒരു ചോദ്യം അതിൽ എന്തെങ്കിലും ചോദിക്കണ്ടേന്ന് വിചാരിച്ച് ചോദിച്ചതാണോന്ന് അറിയില്ല. ഞാൻ പറഞ്ഞു, ഇത് ഞാൻ നോവൽ എഴുതിയതല്ല സഹോദര, നോവലല്ല ഇത്. നോവലെഴുത്തുകാരെഴുതി അത് മദ്യപിച്ചോ കഞ്ചാവൊക്കെ വലിച്ചിരുന്ന് ലഹരി ഉപയോഗിച്ചിട്ട് എഴുതുന്നുണ്ടായിരുന്നു. പക്ഷെ ഇത് ദൈവത്തിൻ്റെ വചനം ഇത്. ഞാൻ പിന്നെ വിചാരിച്ചു, ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ നല്ലതും ചീത്തയുണ്ടാവും. കുറേ നമ്മൾ നല്ലതായിട്ട് ചിന്തിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ ചിലപ്പോൾ മോശമായിരിക്കും. അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാനൊന്നും ഒരു അഭിപ്രായം പറയാൻ നിന്നില്ല. അതവിടെ അവസാനിപ്പിച്ചു. ആദ്യത്തെ മലയാളം എഴുതി കഴിഞ്ഞ് ഞാനത് കൊണ്ട് നമ്മുടെ ഇടവക പള്ളിയിൽ അൾത്താരയിൽ സമർപ്പിച്ചു. അപ്പോൾ അവിടുന്ന് ഒരു പള്ളിയിൽ നിന്ന് ഒരു ആദരവ് തന്നൊരു മൊമെൻ്റ് തന്ന് അൾത്താരത്തിനൊരു ആദരവ് തന്നു. അതിനുശേഷം പിന്നെ ഇംഗ്ലീഷ് എഴുതി, തമിഴ് എഴുതി, ഹിന്ദി എഴുതി. പിന്നെ 4 എഴുതി കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞ് തമിഴ് എഴുതി കഴിഞ്ഞപ്പോൾ തന്നെ ഈ ക്രിസ്റ്റി അച്ഛനെന്ന് വെറ്റിലപ്പാറ പള്ളിയിൽ വികാരിയായിട്ടിരിക്കുന്നു ഇപ്പോൾ. അപ്പോൾ ഈ കഴിഞ്ഞ ഡിസംബറിൽ വചന വർഷം ആഘോഷിച്ചപ്പോൾ എന്നോട് പറഞ്ഞ് ബൈബിളായിട്ടൊന്ന് വരാൻ പറ്റുമോ ചോദിച്ചു കേട്ടോന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ ഇവിടെ വീട്ടിൽ വന്ന് ഈ 4 ബൈബിൾ എടുത്തുകൊണ്ട് പോയി. ഞാനൊരു ഞായറാഴ്ച കുർബാനയുടെ ഇടയിൽ ഈ 4 ബൈബിളും ആദ്യമായിട്ട് അവിടെ അൾത്താരയിൽ സമർപ്പിച്ച് എല്ലാ ജനങ്ങളും കാണല്ലേ. എല്ലാവർക്കും ഭയങ്കര ഒരു അത്ഭുതമായി. കാരണം 4 ഭാഷയിൽ എഴുതി എന്നുള്ളത് അത് എൻ്റെ കഴിവെന്ന് ഞാൻ പറയുന്നത് എൻ്റെ കഴിവല്ല. അത് ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, എൻ്റെ കഴിവുകൊണ്ടല്ല ഇതൊന്നും നടന്നത്. അങ്ങനെ 4 ഭാഷയിൽ എഴുതി അതവിടെ അൾത്താരയിൽ സമർപ്പിച്ച് ഞാൻ പിതാവിനെ കണ്ട് അംബ്രോസ് പിതാവിൻ്റെ അടുത്ത് പോയി ഒരു ബ്ലെസ്സിങ്ങിന് വേണ്ടി ചെന്നാണ്. ഇപ്പോൾ 4 ബൈബിളും കാണിച്ച്. അപ്പോൾ 4 ബൈബിളിലും അച്ഛൻ പിതാവ് അവിടുന്ന് പുട്ട് ബ്ലെസ്സെന്നും പറഞ്ഞ് എഴുതി. ആ പിതാവിനും വലിയ സന്തോഷമായി. എനിക്ക് അപ്പോൾ മാതാവിൻ്റെ ഒരു രൂപം അതും ഒരു കൊന്തയും പിതാവ് എനിക്ക് തന്നത് വലിയ സന്തോഷമായി. എനിക്ക് അത് നമുക്ക് വിലമതിക്കാൻ പറ്റാത്ത ഒരു കാര്യം, ഒരു സമ്മാനം എനിക്ക് കിട്ടിയത്. പിന്നെ എനിക്ക് രൂപതയിലുണ്ടായിരുന്ന രണ്ടാമത് സിജോ അച്ഛൻ ഇവിടെ ഇപ്പം 4 എഴുതി കഴിഞ്ഞപ്പോൾ അതിനു മുമ്പായിട്ട് ഈ പിതാവിനെ കാണുന്നതിന് മുമ്പായിട്ട് സിജോ അച്ഛനും എനിക്കൊരു ആദരവ് തന്ന് അതും പുറകിലിരിക്കുന്നുണ്ട്, ഷോക്കേസിലുണ്ടത്. അച്ഛനും എനിക്കൊരു ആദരവ് തന്ന്. അപ്പോൾ ഇത് ആദരവിനേലും കൂടുതൽ ഇതിൻ്റെ അനുഗ്രഹങ്ങളാണ് ഞാൻ പ്രതീക്ഷിച്ചത്. എനിക്ക് ആദരവല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് ആരോടും ഞാൻ പറഞ്ഞിരുന്നില്ല, മിണ്ടാതെ ഇരുന്ന് വീട്ടിലിരുന്ന് എഴുതി. പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു വചനം വന്നത്, നിങ്ങളെങ്ങും ലോകമെങ്ങും പോയി
സർവ്വസൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കും. അത് ആരും അറിയാതെ വെക്കുന്നത് ശരിയല്ല എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. അറിയണം, എല്ലാവരും എഴുതണം. ഇനി എഴുതും. ഏത് ഭാഷകൾ ഞാൻ എല്ലാവരോടൊന്നും ചോദിക്കാറുള്ള ഈ സംസ്കൃത ഭാഷയിലുള്ള ബൈബിള് കിട്ടുമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊന്ന് അയച്ചു തന്നാൽ നന്നായിരുന്നു. എന്നെ അടുത്തതൊന്ന് എഴുതണമെന്നുണ്ട്. പിന്നെ അത് കൂടാതെ 2 വിദേശ ഭാഷ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ അത് എഴുതും. അത് ഇംഗ്ലീഷ് ലെറ്റർ തന്നെയാണ്. അത് വന്നിട്ടില്ല. അത് കാരണം പിന്നെ ഞാൻ അതിനെപ്പറ്റി കൂടുതലൊന്നും പറയുന്നില്ല. പക്ഷേ ഞാൻ എഴുതും. ബൈബിൾ അല്ലാതെ ജോയിക്ക് മറ്റൊരു ലോകമില്ല. ദൈവം തരുന്ന സമയം സൗകര്യങ്ങളും അനുസരിച്ച് ഇനിയും എഴുതണം. ദൈവവചനം എഴുതുന്നതിലൂടെ ജീവിതത്തെ പ്രകാശമാനമാക്കണം. ഇത് മാത്രമേ അദ്ദേഹത്തിന് ആഗ്രഹമുള്ളൂ. സുവിശേഷ ഗീതികൾ പാടാം, യേശുവിൻ സാക്ഷികളാകാം, ലോകത്തിലെങ്ങും പോകാം, നാഥൻ വിളിക്കുന്നു നമ്മെ. എൻ്റെ കൈക്ക് ആരോഗ്യം, കണ്ണിന് കാഴ്ച ഉള്ളിടത്തോളം കാലം ഞാൻ എഴുതും. അത് ഉറപ്പായിട്ടുള്ള കാര്യം. അത് യേശുവിൻ സാക്ഷികൾ